ഗുരുതരമായ കുറ്റമായി ഇപ്പോൾ കാണുന്നത് നിരീക്ഷണ ക്യാമറ, അതായത് പ്രധാന തെളിവായിരുന്ന നിരീക്ഷണ ക്യാമറ സംഭവ സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റുകയും സ്വന്തം കൈവശം സൂക്ഷിക്കുകയും ചെയ്തതാണ്. സംഭവത്തിൽ ഒരു പുനരന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം വിഷ്ണു ചേരുന്നു. എന്തൊക്കെയാണ് വിഷ്ണു കൂടുതൽ വിശദാംശങ്ങൾ? അച്ഛൻ വീട്ടിലുണ്ട്. ഞാനാ പറഞ്ഞത് വരണ്ടെന്ന്. ഈ ഒരു പരിസരത്ത് വെച്ച് അച്ഛൻ നിന്നെ കാണാൻ തോന്നി. വാ. ആഹാ, വണ്ടിയൊക്കെ ആയല്ലോ. സപ്ലൈക്ക് വേണ്ടി വാങ്ങിയതാ. കേറ്. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയത് കൃത്യസമയം. അല്ലെങ്കിൽ സാറ് തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റാതെ പോയേനെ. ഒന്ന് പുറത്തിറങ്ങി കിട്ടാൻ നിന്റെ തന്തയേക്കാളും ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഏതായാലും ജയിൽ ജീവിതം കൊള്ളാൻ തോന്നുന്നു. നീ ഒന്ന് നന്നായിട്ടുണ്ട്. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, ഒരാത്തിന് കൈ നിറയെ കൂലിയും. താമസവും ഭക്ഷണവും ചികിത്സാ ചെലവും കൂടി കണക്കാക്കിയ ഒരു അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറുടെ ശമ്പളത്തോളം വരും അല്ലടാ. ഏതായാലും ഇനി നീ അകത്ത് കടന്ന് സൂഹിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നോക്കിക്കോ. ഇത്രയും കാലം ജയിൽ ജീവിതം നിനക്കൊരു സുരക്ഷിത സ്ഥലമായിരുന്നു. ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. നീ എന്നോടും വേദയോടും ചെയ്തെന്താണെന്ന് എനിക്കും നിനക്കും നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 5 കൊല്ലമായി ഇവനൊരു പാവയെ പോലെ ചരടിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാണെന്നും എനിക്കറിയാം. തൽക്കാലം നീയുമായിട്ടൊരു തർക്കത്തിന് ഞാനില്ല. എനിക്കെൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്നൊന്ന് കാണണം. അങ്ങനെ ഒരു അച്ഛനെ തന്നെയാണ് നീയും ഇല്ലാതാക്കിയത്. അത് നീ മറക്കണ്ട. ഇപ്പോഴും നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തലയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നീ എന്തേ ഇങ്ങനെ ആയിപ്പോയെന്ന് ഒരുപാട് കാലം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരിക്കൽ എന്നോടും വേദയോടും ഇടപെട്ടിരുന്ന നീയാണോ അതോ ഇപ്പോഴത്തെ നീയാണോ ഒറിജിനൽ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ആ സംശയം അങ്ങ് മാറി. അന്നത്തെ നീ അടിമുടി വ്യാജമായിരുന്നു. ആർക്കും തിരിച്ചറിയാനാകാത്ത ഏതൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുമായി നല്ല പിള്ള കളിച്ചു നടന്ന ഒരുവൻ. അതേടാ, എനിക്കും ഉണ്ടായിരുന്നു ചില ലക്ഷ്യങ്ങൾ. അത് നിറവേറ്റാൻ എല്ലാ കരുക്കളും നീക്കിയിരിക്കുമ്പോൾ തന്നെയാ നിന്റെ ഒടുക്കത്തെ ഒരു ഒളിച്ചോട്ടവും അവളോടുള്ള പ്രേമവും എൻ്റെ അച്ഛൻ്റെ കൊലപാതകവും ഒക്കെ സംഭവിച്ചത്. അതോടെ ഞാൻ സ്വയം ഉണ്ടാക്കി വെച്ച മറ നീക്കി പുറത്തു വരാമെന്ന് കരുതി. നോക്കിക്കോ, ഇനിയാണ് നീ ദർശൻ ആരാണെന്നും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും കാണാൻ പോകുന്നത്. ഇനി നീ ഏതായാലും സ്വസ്ഥമായിട്ട് പുറം ലോകത്ത് ജീവിക്കില്ല. സന്തോഷം. എന്തായാലും അതിനുവേണ്ടി നീ കണ്ടെത്തിയ കൂട്ടുകൊള്ളാം. മുട്ടാളന് ചേർന്ന മൂർഖം പാമ്പ്. ശരി വിശോട്ടാ, വണ്ടി എടുക്കാം. പാടാ, ഇറങ്ങ്. അല്ല, ഇത് വാടകയ്ക്ക. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പുറത്തെ മുറി ഓണർ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടിയിരിക്കുക.
ബാക്കിയുള്ള ഏരിയ നമുക്ക് ഉപയോഗിക്കാം. പട നമ്മുടെ വീടിന്റെ ജപ്തി നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഞാൻ കുറെ ഓടിയതാ. പക്ഷേ അത് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. വിനയേട്ടൻ എല്ലാം കൈവിടുമെന്ന് ഉറപ്പായപ്പോൾ ഒരാഴ്ച മുമ്പേ സ്ഥലം വിട്ടു. ടൗണിൽ നേരത്തെ 5-6 സെന്റ് സ്ഥലം അവൻ അഡ്വാൻസ് കൊടുത്തിരുന്നല്ലോ. അത് വാങ്ങി അവിടെ ഒരു വീട് പണിയുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇപ്പൊ അവർ വാടകയ്ക്ക് തന്നെ. അച്ഛനെ കാണാൻ വരാറില്ലേ? വല്ലപ്പോഴും വരും. നന്ദിനിയുടെ സ്വഭാവം അറിയല്ലോ. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം അവൾ എന്തെങ്കിലും പറയും. അങ്ങനെയാണെങ്കിൽ ഇനി വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് എനിക്ക് അവനോട് ഒരിക്കൽ പറയേണ്ടി വന്നു. അതോടെ വരവും കുറഞ്ഞു. എന്താ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്നേ? വിക്രം കേറി വാ. പട. ശ്രീചേച്ചി ശരിക്കും ക്ഷീണിച്ചു. ഞാൻ രാവിലെ സപ്ലൈ എന്ന് പറഞ്ഞിറങ്ങില്ലേ. വീട്ടിലെ കാര്യങ്ങളും മില്ലിലെ കാര്യങ്ങളും ഇവിടെ തന്നെയല്ലേ നോക്കുന്നത്. വേദാന്ന് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നോണ്ട് ജീവിക്കാനൊരു മാർഗമായി. അച്ഛൻ കിടക്കാണ്. വാ. വാ. എടാ, നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛൻ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിലൊന്ന് വീണു. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിയതാ. വേറെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. അച്ഛാ വിക്രം, നിങ്ങൾ വരുന്നത് നോക്കി അച്ഛൻ കുറെ നേരം പുറത്ത് കാത്തിരുന്നു. ഗുളിക കഴിച്ച ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടാ വന്ന് കിടന്നേ. ഉറങ്ങിപ്പോയി കാണും. നീ പുറത്തിറങ്ങുമ്പോ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. നിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ? യൂണിവേഴ്സിറ്റി ഓഫ് കേരള, വിക്രം സുധാകരൻ. ഇത് അവളുടെ മുന്നിൽ വയ്ക്ക്. കൺകുളിരെ കാണട്ടെ. ഒരിക്കൽ നീ പഠനം നിർത്തിയെന്ന് കേട്ടപ്പോ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവളാ.
എടുത്തിരിക്കുന്നില്ലേ? ഞാനിരുന്നോളാം. ഇരിക്കും മോളെ, അവൻ അതിഥിയൊന്നും അല്ലല്ലോ. ആവശ്യമുള്ളത് വിളമ്പി കഴിച്ചോളും. അല്ല, അപ്പുമോൾ എവിടെ പോയി? അവള് വരാൻ രാത്രിയാവും. പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിന്റെ ക്ലാസ് ഉണ്ട്, അതും കഴിഞ്ഞേ വരൂ. അവള് എൻട്രൻസ് എഴുതാറൊക്കെ ആയോ? എടാ, നന്നായി പഠിക്കും. അതേ ഉള്ളൂ ഇപ്പോഴുള്ളൊരു സമാധാനം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും കടം വാങ്ങിച്ചാലും വേണ്ടില്ല, അവളെ ഒരു കരക്കെത്തിക്കണം. വിശ്വവും ശ്രീജയും അവരെ കൊണ്ട് കഴിയുന്ന പോലെ അധ്വാനിക്കുന്നുണ്ട്. എന്നാലും തൊഴിലാളികളുടെ കൂലിയും മറ്റ് ചെലവും കഴിഞ്ഞ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇവര്. ഏയ്, അതൊക്കെ എങ്ങനെ നടന്നോളൂ അച്ഛാ, ഇത്ര വരെ എത്തിയില്ലേ? ശ്രീജ സാധാരണ രാവിലെ പോയാൽ മില്ലിൽ നിന്ന് വരാൻ വൈകുന്നേരം ആവും. ഇന്ന് നീ വരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയില്ലെന്നേ ഉള്ളൂ. നീ എന്താ കഴിക്കാത്തെ? ഒന്നുമില്ല, ഓരോന്ന് ഓർത്തുപോയി. കഴിഞ്ഞ 5 വർഷം അമ്മയുടെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം അമ്മ ഉണ്ടാക്കുന്ന അതേ സ്വാദ്. ഇവിടെ അച്ഛനും പറയാറുണ്ട് അമ്മയുടെ കൈപ്പുണ്യം കിട്ടിയത് ശ്രീജിക്കാണെന്ന്. ഞാൻ അമ്മ ചെയ്യുന്ന പോലെ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നേ ഉള്ളൂ. അതുപോലെ അവൻ ആർക്കും പറ്റില്ല. ക്രം, നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. കഴിക്കും. കാണാനില്ലെന്നേ ഉള്ളൂ, അമ്മ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴോ സന്തോഷിപ്പിക്കാനായില്ല. ഇപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ. What do you say, Veda? ഞാൻ എന്ത് പറയാനാണ് സർ? പിടിച്ചെടുത്ത ഹെറോയിൻ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ പഞ്ചസാര പൊടിയായി മാറുന്ന ജാലവിദ്യ നടക്കുന്ന നാട്ടില് ഞാൻ എന്ത് പറയാനാണ്? സർ, ദേവരാജ സാറിന് കരുമ്പും തോട്ടവും ഷുഗർ കെയിൻ ഫാക്ടറി இருக்கிற விஷயம் எல்லாருக்குமே தெரியும். அவரோட கோடோனில் போய் ரெய்டு பண்ணா பஞ்சசாரை தவிர வேற என்ன சார் கிடைக்கும்? നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ ഹെറോയിൻ പഞ്ചസാരയാകുന്ന രാസപ്രവർത്തനം എനിക്ക് മനസ്സിലായി സർ. പക്ഷെ കൂട്ടത്തിൽ പോലീസ് കളക്ട് ചെയ്ത സ്പെസിമെൻ ഉണ്ടല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. സി വേദ, ഇതിപ്പോ മീഡിയ മറ്റും അറിഞ്ഞിട്ടില്ല. അത് സാരമില്ല സർ, എന്റെ കയ്യിൽ റെക്കോർഡ് ചെയ്ത തെളിവുണ്ട്, അത് ഞാൻ പുറത്തു വിട്ടോളാം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. എനിക്ക് മനസ്സിലാവില്ല സർ. പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുത്ത് ഇയാളെ പോലെ ഉള്ളവരോടൊക്കെ മാപ്പ് പറയണോ എന്ന ആവശ്യം എനിക്ക് മനസ്സിലാവില്ല. ആരും അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല വേദ. சார், போலீஸ் கோர்ட்டில் சப்மிட் பண்ண போற அந்த ஸ்பெசிமன் தேவராஜன் மேலே இருக்கிற கடுப்பாலே அவங்களை கிருத்திரிமமா ரெடி பண்ணதான்னு ப்ரூவ் பண்ணதுக்கு ரொம்ப ஈஸி. மிஸ்டர் தருண், நீங்க சொல்லுங்க. ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കൈ കിട്ടിയ എല്ലാ തെളിവുകളും ഒരു ദിവസം കൊണ്ട് നശിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ രക്ഷിക്കാൻ വേണ്ടി പൊളിറ്റീഷ്യൻസ് പെടാപ്പാട് പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ബ്യൂറോക്രസിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ സാർ? ബ്യൂറോക്രസിക്ക് മാത്രമായി ഒരു നിലനിൽപ്പില്ലെന്ന് ഇതിനോടകം തരുണ് മനസ്സിലായിട്ടില്ലേ? വേദ, യു മസ്റ്റ് ബാക്ക് ഔട്ട് ഓഫ് ദിസ്. But you need to put that in writing, sir. Or else? I will proceed the case.
റിസൾട്ട് എന്ത് തന്നെ ആയാലും. സോറി സർ, എനിക്ക് RDOയുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. വിത്ത് യുവർ പെർമിഷൻ ഷാൽ ഐ ഗോ? തരുൺ, ഇത് തുടക്കത്തിന്റെ എടുത്തുചാട്ടമാണ്. താനൊന്ന് ഉപദേശിച്ച് നേരെയാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കോൺസിക്വൻസസ് അറിയാലോ. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അനിയ. ഈശ്വരൻ സഹായിച്ച് അത് മുന്നോട്ട് പോകണ്ടേ? Veda has her own ways and terms. She will not step into anyone else's shoes. ഞാൻ പറഞ്ഞാലും അവൾ അനുസരിക്കത്തില്ല. ഞാനത് പറയരുത് സാർ. പിന്നെ ഭീഷണി. ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ഹഥേലി സെ സൂരജ് കോ നഹീ ചുപായ ജാ സക്ത. എനിക്ക് കുറച്ച് തിരക്കുണ്ട് സാർ, വരട്ടെ. അവൻ എന്താ പറഞ്ഞത്? ഹിന്ദി എനിക്ക് പുരിയില്ലേ സാർ. നടപടിയാവുന്ന വഴിയില്ലല്ലോ ദേവരാജ. ആവും സാർ, ഇനിയും വഴികളുണ്ടല്ലോ. അമ്മ ഇന്ന് നേരത്തെ വന്നല്ലോ. അമ്മ ഇപ്പൊ നേരത്തെ വരുന്ന അച്ഛമ്മനോട് പറഞ്ഞതേ ഉള്ളൂ. മോൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. പിന്നല്ലാതെ ഇന്ന് എന്തൊക്കെ വിശേഷങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നറിയോ? ആണോ? ഇന്നേ ഞാൻ പറഞ്ഞ കഥയും ഷാർട്ടും എല്ലാവർക്കും ഇഷ്ടായി. ആണോ? ഗുഡ് ഗേൾ. ആദ്യം നീന ഫിലിപ്പ് ആ കഥ പറഞ്ഞത്. ഒരു പൊട്ട കഥ, ആമയും മുയലും ഓടാൻ പോയ കഥ. അത് നല്ല കഥയല്ലേ? അയ്യേ, അത് എത്ര പ്രാവശ്യം കേട്ട കഥയാ. ഗൗരിമോള് കഥ പറഞ്ഞപ്പോ ഭയങ്കര കൈയടിയായിരുന്നു. ഇങ്ങനെ ഫ്രഷ് ആയ കഥ പറയണമെന്ന് ടീച്ചർ നീന ഫിലിപ്പിനോട് പറഞ്ഞു. പക്ഷെ അവള് ചമ്മിപ്പോയി. അങ്ങനെ ടീച്ചർ പറഞ്ഞു കാണില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല. ഗൗരിമോളുടെ കഥ ഫ്രഷ് ആന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോൾ ശരിക്കും ചമ്മിപ്പോയി. അത് മോൾക്ക് തോന്നിയതാവും. അല്ല, മോളുടെ മനസ്സില് നീന ഫിലിപ്പിനോട് ഒരു കുഞ്ഞു ദേഷ്യമുണ്ട്. അതുകൊണ്ട് തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെ. അത് അവൾ എപ്പോഴും എന്നെ കളിയാക്കുന്നുണ്ടല്ലേ. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും മനസ്സിൽ വെക്കരുത്. നമ്മൾ ആരോടെങ്കിലും ദേഷ്യം മനസ്സിൽ വെച്ചാ എന്താ സംഭവിക്കാന്നറിയോ? എന്താ ഉണ്ടാവുക? നമ്മുടെ മനസ്സ് ചീത്തയാവും. നമ്മുടെ മനസ്സ് ചീത്തയായാ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവനും ചീത്തയാവും. പഠിപ്പും കളിയും ഒക്കെ ചീത്തയാവും. പിന്നെ മനസ്സ് ചീത്തയായാൽ ആദ്യം ചീത്തയാവുന്നത് നമ്മുടെ കളികളാണ്. അപ്പൊ നാളെ തന്നെ സ്റ്റോപ്പ് ഫൈറ്റ് പറയാം. ഫുൾ സെറ്റ്. ഓക്കേ? പിന്നെ കൃഷ്ണ ചോദിക്കുക, രാജകുമാരിയും കുഞ്ഞിനെയും ദ്രോഹിക്കാൻ ഇനിയും ദുഷ്ടന്മാര് വരുമോന്ന്. മോൾ എന്തു പറഞ്ഞു? അച്ഛമ്മ പറഞ്ഞതുപോലെ പറഞ്ഞു. രാജകുമാരിയും കുട്ടിയും ഇപ്പൊ വലിയ കോട്ടയിലാണ്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അവരെ രക്ഷിക്കുന്നു.